ഹലോ എവ്രി വൺ, നിങ്ങൾക്ക് ഡിറ്റർമിനൻസ് ചാപ്റ്റർ വെറും 15 മിനിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും തരാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാ നിങ്ങൾ പഠിക്കേണ്ട രീതി ഞാൻ പറയാം. ഏറ്റവും ഐഡിയലി NCERT ടെക്സ്റ്റ് ബുക്കിലെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുക, പിന്നെ PYQs ചെയ്യുക. ഇവിടെ ഞാൻ സെലക്റ്റഡ് PYQs ചെയ്യുന്നുണ്ട്. NCERT കഴിഞ്ഞിട്ട് PYQs ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും PYQ എല്ലാം NCERT 99% പൊക്കിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക, അതിന് ചെയ്താൽ ധാരാളം. ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിലുള്ളവർ ഓൾറെഡി എല്ലാം ക്ലാസ് കണ്ടിരിക്കണം. അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ഓൺലി ഫോർ റിവിഷൻ. ലെറ്റ് us സ്റ്റാർട്ട്. ഓക്കെ, റെഡി? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറയുന്ന ഒരു ഇൻസൈറ്റ് കേട്ട് വെച്ചോ. ആൻഡ് റിപ്പീറ്റഡ് ആയ ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യും, പക്ഷേ ആൻസർ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. 3 ഇക്വേഷൻ വരും, അത് നമ്മൾ മാട്രിക്സ് ഫോം ആക്കുക, കൺസിസ്റ്റൻ്റ് കാണിക്കുക, സോൾവ് യൂസിങ് മാട്രിക്സ് മെത്തേഡ്. സോൾവ് യൂസിങ് മാട്രിക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചാടി കയറിയിട്ട് സർ മാട്രിക്സ് ചാപ്റ്റർ ആണോ? അല്ല, ഇതേതാ? ഡിറ്റർമിനൻസ് ഉപയോഗിക്കണം. AB വെച്ചിട്ട് സോൾവ് ചെയ്യണം. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഓർക്കണം. അതെങ്ങനെ ചെയ്യുക? ആദ്യം തന്നെ ഇവനെ മാട്രിക്സ് ഫോമിലേക്ക് ആക്കാം. ഫസ്റ്റ് തന്നെ എല്ലാത്തിനും കോഎഫിഷ്യൻ്റ് എടുക്കുന്നത് 2 ഇതാ. ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സ് മൈനസൊക്കെ മറക്കരുത്. മൈനസൊക്കെ മറന്നാൽ പ്രശ്നമാണ്. അപ്പോൾ ആദ്യം ഇവരൊരു AX = B ആണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, AX = B. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറയാം. ഓക്കെ, AX = B ചെയ്യുന്നു. അപ്പോൾ A കണ്ടുപിടിച്ചേ. A എന്ന് പറഞ്ഞാൽ ഇവിടെ ആ നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്പേഴ്സ് വരിക? 2 3 3 നമ്പർ ഇല്ലെങ്കിൽ 1, ഒന്നുമില്ലെങ്കിൽ എക്സും വൈ ഇല്ലെങ്കിൽ അവിടെ 0 കേട്ടോ. -2 1 3 -1 3 -1 -2. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഈസ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ വേരിയബിൾസ് എക്സ് വൈ സെഡ് ഇങ്ങനെ വരേണ്ടത് കേട്ടോ. ഒരു കോളമായിട്ടാണ് വരേണ്ടത്. ഓക്കെ, ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ഈ നമ്പേഴ്സ് 5 -4 3. ഇതാണ് മാട്രിക്സ് ഫോം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് 1 മാർക്ക് അല്ല 2 മാർക്ക് ഇവിടെ നിന്ന് കിട്ടി. വളരെ സിമ്പിൾ. ഇനി അടുത്ത ചോദ്യം എന്താണ്? കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക. ഒരു മാട്രിക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ, സോൾവ് ചെയ്യണമെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവണം. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഫസ്റ്റ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആകുമ്പോൾ A നമ്മുടെ ഡിറ്റ് A നോട്ട് ഈക്വൽ ടു 0 കാണും. ഡിറ്റർമിനന്റ് ഓഫ് A 0 ആണെങ്കിൽ കൺസിസ്റ്റൻ്റ് അല്ല, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അവിടെ നിർത്താം. പൊതുവേ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് A കണ്ടുപിടിക്കാം. എങ്ങനെ ഡിറ്റർമിനന്റ് ഓഫ് A കണ്ടുപിടിക്കാം? ഫസ്റ്റ് തന്നെ അറിയാലോ, ഡിറ്റർമിനന്റ് എടുക്കുക അറിയാലോ. ഇവിടെ നോക്ക്, 2 ഇവിടെ വെക്കുക, ഇവൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുക. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ നോക്ക് 2 ഇൻറ്റു എന്താണ്? -2 -4 + 1 4 + 1 5 2 × 5. ഇനി രണ്ടാമത്തെ ഈ ഡയമണ്ട് ഷേപ്പിലുള്ളവരെ എടുക്കുമ്പോൾ മൈനസ് വരണം. ഓക്കെ, ഇതാ ഇവിടെ. അപ്പോൾ ഇവ മൈനസ് ആവും. -3 എടുക്കുക, എന്നിട്ട് ഇതും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്വയർ വരിക. ഈ റോ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 1 × -2 -2 -2 -3 -5 പ്ലസ് 3 ഇൻറ്റു ഈ റോ ഇതും ക്യാൻസൽ ചെയ്യുക. ഇവൻ്റെ 1 × -1 -1 -6. അപ്പോൾ +6 -1 + 6 എത്രയാ? നമുക്ക് -1 + 6 അപ്പോൾ 5 വരും. ആൻസർ എത്ര വരിക? 10 + 15 + 15 15 15 + 10 40. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A 40 ആയതുകൊണ്ട് ഡിറ്റർമിനന്റ് ഓഫ് A നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതുക. ദെയർഫോർ കൺസിസ്റ്റൻ്റ് ആണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ സോൾവ് യൂസിങ് ഇൻവേഴ്സ് മെത്തേഡ് വളരെ സിമ്പിളാണ്. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കുക. X = A 1 B എന്നങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി A 1 കണ്ടുപിടിക്കാനുള്ള ചടങ്ങാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ A 1 കണ്ടുപിടിക്കുക. X = A 1 B. A 1 എന്താണ്? adjacent of A. adjacent അല്ല, adjoint A by dit A. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് A നമുക്കറിയാം 40 കിട്ടിയിരിക്കുന്നു. അഡ്ജോയിന്റ് കൂടി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അഡ്ജോയിന്റ് കുറേ ആൾക്കാർ കുറേ മെത്തേഡ് കണ്ടുപിടിക്കും. കോഫാക്ടർ കണ്ടുപിടിച്ച് മൈനർ കോഫാക്ടർ പിന്നെ റിവേഴ്സ് ആക്കി ട്രാൻസ്പോസ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ടാവും. അഡ്ജോയിന്റ് എങ്ങനെ പഠിച്ചാലും ഞാൻ ഇവിടെ നേരെ എഴുതാൻ പോകണം. അഡ്ജോയിന്റ് പഠിക്കണം, അതിന് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തന്നെ കാണണം. ഓക്കെ, അഡ്ജോയിന്റ് കണ്ടുപിടിച്ചാൽ നിങ്ങൾ 1/dit A × adj. ഇതാണ് അഡ്ജോയിന്റ് A. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞിട്ടില്ല. ഇതോടെ നമുക്ക് ഇൻവേഴ്സ് ഒന്നും കിട്ടിയില്ല. A 1 അല്ല, നമുക്ക് എന്താണ് വേണ്ടത്? A 1 കിട്ടിയിട്ടും കാര്യമില്ല, B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതാൻ പോണ X = A 1 B which is XYZ. ഈ മാട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ A 1 എന്ന് പറയുമ്പോൾ 1/40 ഇൻറ്റു നമ്മളിപ്പോൾ കണ്ടുപിടിച്ച അഡ്ജോയിൻറ്റ് 5 5 5 3 -13 11 9 1 -7. ഇനി നമ്മുടെ B എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താ? 5 -4 3 5 -4 3 ഇപ്പുറത്തെ 5 -4 3. ഓക്കെ,
ഇനി മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മാട്രിക്സിൽ പഠിക്കും 1/40 അവിടെ നിൽക്കട്ടെ, ഇത് ഇൻറ്റു ഇത്, അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്ക് ഈ ഒരു ആൻസർ വരാൻ പോകുന്നത് XYZ ആ ഒരു കോളാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം 1/40 അവിടെ പുറത്ത് വെച്ചോ. എന്താ ഞാൻ വലുതായിട്ട് എഴുതുകയാണ്. നമുക്ക് 3/1 വരാൻ പോകുന്നത്. ഓക്കെ 3 റോവും ഒരു കോളം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ 5 × 5 25. ഓക്കെ, അങ്ങനെ വരാം. ഇതേ ഇൻറ്റു ഇത് ചെയ്യുക, അത്രേ ഉള്ളൂ വരിക. ഓക്കെ, 25 - 12 പ്ലസ് ഇത്. ഓക്കെ, അപ്പം ഞാൻ എഴുതി തരാം 25 - 12 9 × 3 27. ഓക്കെ, അതേപോലെ ഇനി സെക്കൻഡ് റോവിൻ്റെ കോളം ഒരു കോളം ഉള്ളൂ, അപ്പോൾ പ്രശ്നമില്ല. 25 - 13 -4 ഇത് പറയുമ്പം 13 × 4 52 പ്ലസ് 52 പിന്നെ 3. ഓക്കെ, 1 × 3 ഇവൻ ഇൻറ്റു ഇവൻ. ഓക്കെ, ഇനി ഇവൻ ഇൻറ്റു ഇവൻ. ഓക്കെ, അപ്പോൾ എത്ര വരിക? 25 - 44 - 21. ഇതെല്ലാം കൂടി ശരി. ഇത് ഒറ്റൊരു നമ്പർ ആയിട്ട് ഇത് ആഡ് ചെയ്യണം എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരാൻ പോകുന്നത്? ആൻസർ നിങ്ങളിത് ചെയ്ത് വരുമ്പോൾ ആൻസർ ബിക്കംസ് ഇവിടെ 40, ഇവിടെ 80, ഇവിടെ -40. ഓക്കെ, ഡിവൈഡ് ചെയ്യുക 1 2 -1. അപ്പോൾ എക്സ് എന്താണ്? ഈ ഫസ്റ്റ് നമ്പറാണ് എക്സ്, ഇവൻ വൈ ആണ്, ഇവൻ സെഡ് ആണ്. ഓക്കെ, റെഡി ആണല്ലോ? അത് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടും 1 2 -1. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, മിക്ക ആൻസേഴ്സിലും ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു ട്രിക്കാണ്. നിങ്ങൾ കുറേ 1 2 3 വരാം, 3 4 5 വരാം. ഇങ്ങനത്തെ നല്ല നമ്പേഴ്സാണ് 95% വരാം. അപ്പോൾ 1 2 -1 കണ്ടില്ലേ? സിമ്പിൾ നമ്പേഴ്സ് ആയിരിക്കും ആൻഡ് ചെറിയ നമ്പേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് എവിടെയെങ്കിലും 10 20 30 കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷേ റാൻഡം നമ്പേഴ്സ് ഒന്നും വരില്ല. അപ്പം നിങ്ങൾ 3-4 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും റാൻഡം നമ്പേഴ്സ് വരില്ല. പൊതുവെ ഇങ്ങനെ ഒരു പാറ്റേണുള്ള നമ്പേഴ്സ് വരിക. ഓക്കെ, ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് 1 ഇവിടെ എഴുതുക, ഇവിടെ 1 ഇവിടെ 1. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ ഇവിടെ Z ഇല്ലാന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യുക? ഇവിടെ 0 ഇടണം. ഓക്കെ, 0 ഇടണം, ആ കാര്യം മറക്കരുത്. പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ ഞാൻ അടുത്ത പേജിൽ വെച്ചിട്ടുണ്ട്, ചെയ്യാം. വേണ്ടോ? ആൻസർ നോക്കിയാൽ 1 1 1. ഫൈനൽ ആൻസറിൽ എപ്പോഴും ഒരു പാറ്റേൺ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബാക്കിയുള്ള തിയറി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് A 5 ആണെങ്കിൽ ഒരു 3/3 മാട്രിക്സ് ആട്ടോ. അപ്പോൾ 2 ഡിറ്റർമിനന്റ് ഓഫ് 2A എന്താണ് മക്കളെ? ഈ 2 പുറത്തെടുക്കാം. പക്ഷേ നമ്മുടെ തേർഡ് ഓർഡറിലാകുമ്പം 2⁻³ ഉണ്ടാവും. ഓക്കെ, 2⁻³ ഓരോ റോന്ന് 2 എടുക്കണം. ഇൻറ്റു ഡിറ്റ്. അപ്പോൾ എത്രയാ? 8 × ഡിറ്റർമിനന്റ് ഓഫ് A 5 ആണ്, അപ്പോൾ 40 ആണ് വരിക. ഓക്കെ, എത്ര ഉണ്ടോ ആ പുറത്തെടുക്കാൻ നമ്പർ, പക്ഷേ അത് പവർ കൊടുക്കാൻ മറക്കരുത്. K⁻n വരും, 2⁻3. n എന്ന് പറഞ്ഞാൽ എത്ര ഓർഡർ ആണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി. ഇതും സെയിം ക്വസ്റ്റ്യൻ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും കുറേ പ്രാവശ്യം ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ നമ്പേഴ്സിനൊന്നും നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, ഉപയോഗിക്കാം. നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കണ്ട. 1 2 3 കണ്ടല്ലേ? പാറ്റേൺ കണ്ടില്ലേ? 1 2 3 1 1 1 1 -2 അങ്ങനെയൊക്കെ നമ്പേഴ്സാണ് പൊതുവെ വരിക. ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ. ഒരു ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് തന്നു മക്കളെ. ഓക്കെ, 2Dയിലാണ് തന്നത്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാലോ? ഇല്ലെങ്കിൽ പഠിക്കണം. ഫോർമുല ഇസ് വെരി സിമ്പിൾ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രയാങ്കിളിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ആ 2 പോയിന്റ്സ് എന്താ? 0 2 എഴുതുക, 0 3 എഴുതുക, 4 6 എഴുതുക. പക്ഷെ നമുക്ക് ഒരു റോ കൂടിയാണ് അവിടെ. നമ്മുടെ 1 1 1 3 ഡയമെൻഷനിൽ എല്ലാം 1 ഇട്ടാൽ മതി. ഓക്കെ, തേർഡ് ഡയമെൻഷൻ ആണത്. പക്ഷെ നമുക്കിത് വിഷയമല്ല. നമ്മൾ ഇനി മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ ഇയാളങ്ങ് എടുത്തോ. ആരൊക്കെ മൈനസ് വരിക നിങ്ങൾ എടുക്കുകയാണെങ്കിൽ? ഡയമണ്ട് ഷേപ്പ് ഞാൻ വരച്ചുതരാം. ഓക്കെ, ഇവിടെ 0 എടുക്കുക. നമുക്ക് ഈ റോ എടുക്കുക എപ്പോഴും നല്ലത്. കാരണം ഈ കോൾ എടുക്കുക. കാരണം 0 0 കിട്ടി. അപ്പം ഇവനും 0 ആയി. ഇനി 4 ഇൻറ്റു ചെയ്താൽ മതി. എപ്പോൾ എത്രയാ? 1/2 ഇൻറ്റു നോക്കിയേ, 1/2 പുറത്തുണ്ട് ഇൻറ്റു 4 ഇൻറ്റു. ഓക്കെ, 4 ഇൻറ്റു അവൻ്റെ മാട്രിക്സ് എത്ര വരിക? 4 ഇൻറ്റു ഇതും പോയി 2 - 3. ഓക്കെ, നോക്കിയേ 2 - 3 2 × 1 - 2 - 3. നെഗറ്റീവ് ആൻസർ വരുമ്പോൾ പോസിറ്റീവ് ആക്കിയാൽ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ 4/2 എത്രയാ? 2 കിട്ടി. 2 - 1 എത്രയാ? -1. 2 - 1 എന്ന് പറഞ്ഞാൽ -2 ആണ് എനിക്ക് കിട്ടിയത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആക്കണം. കാരണം ഇതിൽ നെഗറ്റീവ് എന്നുള്ള ആൻസർ ഇല്ല. അപ്പോൾ നമ്മളൊരു ഡിറ്റർമിനൻ്റ് മോഡുലസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, നെഗറ്റീവ് കിട്ടിയാലും പോസിറ്റീവ് ആക്കാനുള്ള കാര്യം മറക്കരുത്. ഓക്കെ, അടുത്തത് ഡിറ്റർമിനന്റ് ഓഫ് എങ്ങനെ കണ്ടുപിടിക്കുക? 2/2 വളരെ സിമ്പിൾ. ഫസ്റ്റ് ഡയഗണൽ മൈനസ് സെക്കൻഡ് ഡയഗണൽ. അപ്പോൾ എത്ര വരിക ഇവിടെ ആൻസർ? നമുക്ക് ആൻസർ കിട്ടും 2 - 4 × 2 എത്ര? 8. 2 - 8 എത്രയാ? -6. ഓക്കെ, ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 4 × ഡിക്റ്റ്. ആ 2 പുറത്തെടുക്കുമ്പോൾ അങ്ങനെ. അപ്പോൾ 2A എന്ന് പറയുമ്പോൾ എത്രയാ? 2A എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ. അപ്പോൾ എത്ര വരിക? 2 4 8 4. ഓക്കെ, ഇനി ഡിറ്റർമിനന്റ് ഓഫ് 2A കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് 2A എന്ന് പറയുമ്പോൾ 2 × 4 എത്രയാ? 8 -4 × 32 എത്രയാ? -24 വരും. ഓക്കെ, ഇനി ഡിറ്റ് × 4 എത്രയാ? 4 × ഡിറ്റ് എന്ന് പറയുമ്പം 4 × നമുക്ക്
-6. 4 × -6 -24. ശരിയാണല്ലോ? ഓക്കെ, 4 × ഡിറ്റയും 2 ഡിറ്റ് ഓഫ് 2a സെയിമാണ്. ഡിറ്റ് ഓഫ് 2a ഇത് രണ്ടും സെയിം ആണ്. ആൻസർ കിട്ടുക കാണിച്ചു കൊടുത്താൽ മതി. A is equal to ഇത് ഷോ ദാറ്റ് A × Adj is equal to സിമ്പിൾ പ്രൂഫ് ആട്ടോ, സിമ്പിൾ പ്രൂഫാണ്. അഡ്ജോയിൻ്റ് ഓഫ് A കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിളാണ്. ഓക്കെ, 2/2 ഭയങ്കര സിമ്പിളാണ്. 3/3 പണി. A × Adj A നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 2 3 4. എങ്ങനെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുക? അഡ്ജോയിൻ്റ് വളരെ സിമ്പിളാണ്. നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് ഡയഗണലിന് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് ഡയഗണൽ എക്സ്ചേഞ്ച് ചെയ്തല്ലോ, സെക്കൻഡ് ഡയഗണൽ മൈനസ് ആക്കുക. ഓക്കെ, Adj എന്ന് പറയുമ്പോൾ 2/2 ഭയങ്കര സിമ്പിൾ ആട്ടോ. Adj എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡയഗണൽ 4 1 എക്സ്ചേഞ്ച് ചെയ്യുക, മറ്റേ 2 നെഗറ്റീവ് ആക്കുക. ഇനി ഇവർ രണ്ടാളും മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ നിങ്ങൾ ചെയ്യണം. റൈറ്റ് സൈഡിൽ എന്താ കിട്ടാൻ വന്നത്? ഡിറ്റേ × I. ഡിറ്റേ എന്ന് പറയുമ്പോൾ എത്രയാ? 4 - 6 -2. -2 × I എന്ന് പറയുമ്പോൾ എത്രയാ? -2 × I. അതാണ് റൈറ്റ് സൈഡിൽ വരിക. അപ്പോൾ എന്താണ്? -2 0 0 -2 ഇത് വരും. ഇതാണ് ആൻസർ വരിക. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് വരണം. ഓക്കെ, അതാണ് കാണിക്കുന്നത്. ഇതാ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. അതാണ് -2 × A. ഓക്കെ, -2 × I. ഓക്കെ, സി 2/2 എഡ്ജ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഡയഗണൽ എക്സ്ചേഞ്ച് 1 3 എക്സ്ചേഞ്ച് ചെയ്തു. ഇവിടെ മൈനസ്, ഇവിടെ ഓപ്പോസിറ്റ് +2i. ഇതാണ്. ഇത് പ്രൂവ് ചെയ്യുക വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ അഡ്ജോയിൻ്റ് ഓഫ് 3/3 പഠിക്കണം. ഓരോന്ന് എടുത്തിട്ട് പഠിക്കണം. കോ ഫാക്ടർ കണ്ടുപിടിക്കുക, മൈനർ കോ ഫാക്ടർ ട്രാൻസ്പോസ് ചെയ്യാൻ മറക്കരുത്. ചെക്ക് വെദർ A സിംഗുലർ ഓർ നോട്ട്. ഡിറ്റർമിനന്റ് ഓഫ് A വാല്യൂ കണ്ടുപിടിക്കുക. 0 ആണെങ്കിൽ, ഓക്കെ 0 ആണോ അല്ലെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ എന്താണ് ആൻസർ വരാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുക. ഡിറ്റർമിനന്റ് ഓഫ് A 10 ആണ്. അപ്പം നോൺ സിംഗുലർ. സിംഗുലർ ആണെന്ന് പറഞ്ഞാൽ 0 ആണെന്ന് കേട്ടോ. സിംഗിൾ ആണ്, 0 ആണെന്ന് അർത്ഥം. ഇത് സോൾവ് ചെയ്യാൻ നമ്മുടെ സെയിം മെത്തേഡ്. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. വീണ്ടും കണ്ടോ, 2 - 2 0. അല്ലാണ്ട് 4/5 7/2 ഡോട്ടുള്ള നമ്പേഴ്സ് ഒന്നും വരില്ല. ഓക്കെ, മേട്രിക്സ് A പ്രാക്ടീസ് ചെയ്യണം. ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് A തന്നു, ഡിറ്റർമിനന്റ് ഓഫ് A കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. സി ഇവാലുവേറ്റ് ഇൻവേഴ്സിൻ്റെ ഡിറ്റും ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻറ്റും A കണ്ടുപിടിക്കാൻ പറഞ്ഞു. പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ ഡിറ്റർമിനൻറ്റ് കിട്ടി. ഇൻവേഴ്സിൻ്റെ A എന്താണ് നോക്കിയാൽ? ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താണ്? 1/14. ഇവിടെ 14 ആണെങ്കിൽ ഇവിടെ 1/14. പക്ഷേ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, 1/ഡിറ്റേ വെച്ചിട്ട് കാണിച്ചു കൊടുക്കണം. ഇത് ഫോർമുല ഓർഡർ ചെയ്തോന്നല്ല, ഓർത്ത് വെച്ചോ. ഓക്കെ, നിങ്ങൾ A ഇൻവേഴ്സിൻ്റെ നിങ്ങളിതാ ഇവിടെ ഒരു A ഇൻവേഴ്സ് കണ്ടുപിടിക്കുമല്ലോ, അത് വെച്ചിട്ട് കഷ്ടപ്പെട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, A ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, പ്രൂഫായുണ്ട്. സോൾവിങ് ചെയ്യുകയാണെങ്കിൽ A ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതും പഠിച്ചു വെച്ചാൽ A ഇൻവേഴ്സിന് കിട്ടുന്നത് 1/ഡിറ്റേ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഞാൻ ഇപ്പോൾ തന്നെ PDF അപ്ലോഡ് ചെയ്യാം. പഠിക്കുക, ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുക. സമയം കിട്ടുകയാണെങ്കിൽ NCERT കൂടി ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം വെറൈറ്റി, എല്ലാം ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ് കവർ ചെയ്തിട്ടുണ്ട്. അഡ്ജേ, ഡിറ്റേ, അതേപോലെ തന്നെ മേട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാനുള്ള ഈ ക്വസ്റ്റ്യൻ പഠിക്കാം. ഓക്കെ, ഡീറ്റെയിൽ ക്ലാസ് വേണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എല്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.